ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയതോടെ ആവേശത്തിലാണ് പാലക്കാട്. പല ചലച്ചിത്ര പ്രവർത്തകരും മത്സരിച്ച് പരാജയപ്പെട്ട കേരളത്തിൽ രമേഷ് പിഷാരടിക്കും രക്ഷയില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയതോടെ സ്വതന്ത്രനെ നിർത്തി LDFും കളം വിട്ടു. തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ABVP-യിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. ബി.ജെ.പിക്ക് കേരളത്തിൽ യാതൊരു സ്വാധീനവുമില്ലാതിരുന്ന 1990കളുടെ തുടക്കത്തിൽ അവർ മുഴുവൻ സമയ BJP പ്രവർത്തകയായി. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് അംഗം, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, BJP സംസ്ഥാന കോർ കമ്മിറ്റി അംഗം. ഈ പദവികളൊക്കെ ശോഭാ സുരേന്ദ്രനെ തേടി വന്നു. BJP നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത, കേൾവിക്കാരെ ഹരം കൊള്ളിക്കുന്ന അസാമാന്യ പ്രസംഗ പാടവം, മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച മാന്ത്രികത, അതാണ് ശോഭാ സുരേന്ദ്രൻ. 2004 വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 10,643 വോട്ടുകൾ നേടി. 2006 പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 13,810 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തി. 2009 ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്തു നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മത്സരിച്ച ശോഭ 14,425 വോട്ടുകൾ നേടി. 2014 പാലക്കാട് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെത്തി. 2019 68,804 2014 1,36,587 വോട്ടുകളും പാലക്കാട് BJPക്ക് ലഭിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,087 വോട്ടുകൾ നേടി അവർ മൂന്നാം സ്ഥാനത്തെത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2014 92,000 വോട്ടുകൾ നേടിയ BJPക്ക് ശോഭാ സുരേന്ദ്രൻ്റെ വരവോടെ 2019 2,48,000 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് വോട്ട് വിഹിതം 11% വർദ്ധിപ്പിച്ച് ആലപ്പുഴയെ A ക്ലാസ് മണ്ഡലമാക്കാൻ കഴിഞ്ഞു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച ശോഭാ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ 48 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക പരിഗണനയിലുള്ള പാലക്കാട് പിടിക്കാനുള്ള നിയോഗം ശോഭാ സുരേന്ദ്രനാണ്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ ന്യൂനത, നെല്ല് സംഭരണം, കുടിവെള്ളക്ഷാമം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന പാലക്കാട്ടെ ജനങ്ങൾ പ്രതീക്ഷയിലാണ്. ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാലക്കാട്ടെ വോട്ടർമാർ.